പോകുന്ന ഏറെ പ്രിയപ്പെട്ട കൂട്ടുകാരാണ് നമ്മുടെ കച്ചവട ക്ഷേമ സംഘത്തിന്റെ ഭാഗമായിട്ടുള്ളവര്. ഒരിക്കൽ കൂടി നമ്മുടെ വേദിയിലേക്ക് ക്ഷണിച്ചതിനുള്ള സ്നേഹവും കടപ്പാടും അറിയിച്ചുകൊണ്ട് നമുക്ക് മെല്ലെ 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 ഓരോ പാട്ടിലൂടെ പരിചയപ്പെടാം. റെഡിയല്ല എല്ലാവരും? മറ്റുള്ള പരിപാടി പോലെയല്ല കേട്ടോ നമ്മുടെ പരിപാടി. ഇവിടെ എല്ലാ വേദിയിലും ഞാൻ സംസാരിക്കുന്ന ഒരു കാര്യം ആദ്യം തന്നെ പറയട്ടെ. പാടാൻ പോകുന്ന പാട്ടുകളൊന്നും ഞങ്ങളുടെ പാട്ടുകളല്ല, കേൾക്കാൻ പോകുന്ന പാട്ടുകളൊന്നും നിങ്ങളുടെ പാട്ടുകളുമല്ല. ഇത് നമ്മുടെ പാട്ടാണ്. എല്ലാവരും ഏറ്റുപാടാൻ കഴിയുന്ന, പരസ്പരം കൈയടിച്ച് ജാതിക്കും മതത്തിനും നിറത്തിനും ഒക്കെ അപ്പുറത്ത് എല്ലാവരും ഒന്നിക്കുന്ന ഒരു വേദിയിൽ പരസ്പരം ഏറ്റുപാടേണ്ട ഒരുപാട് പാട്ടുകളാണ് ഞങ്ങൾ പങ്കുവെക്കുന്നത്. ഇവിടെ ആർക്കും പേറ്റന്റ് ഒന്നുമില്ല. ഇവിടെ നമ്മുടെ എല്ലാവരെയും പാട്ടുകളാണ് എന്നാണ് ആദ്യം തന്നെ സൂചിപ്പിക്കാനുള്ളത്. നമ്മൾ അങ്ങനെ പാട്ട് പഠിച്ചവരൊന്നുമല്ല. വലിയൊരു ആഗ്രഹത്തിന്റെ പുറത്ത് ഇന്നും എവിടെയെങ്കിലുമൊക്കെ ഒരു വേദിയിൽ എത്തണമെന്നുള്ള വലിയൊരു സ്വപ്നത്തിന്റെ ഭാഗമായിട്ട് മുന്നോട്ട് യാത്ര ചെയ്യുന്നവരാണ് എന്ന് പറയാനാണ് ഞങ്ങൾക്ക് താല്പര്യം. അപ്പോ ഒരു സ്വപ്നത്തിന്റെ ഒരു യാത്രയിൽ ആദ്യം തന്നെ നിങ്ങൾ കണ്ട പോലെ തന്നെ പാട്ടും വരികളും വായ്ത്താരികളുമായി നമുക്ക് ഏറ്റുപാടാം. നിങ്ങൾക്കറിയുന്ന പാട്ടുകളും നമുക്കറിയുന്ന പാട്ടുകളും ഒക്കെ ആയിട്ട് കൈയടിച്ച് ഏറ്റുപാടി മുന്നോട്ട് പോവാം. റെഡിയല്ല? ഒരിക്കൽ കൂടി ഉത്തരമില്ല കേട്ടോ. റെഡിയല്ലേ? ഒന്ന് നമ്മുടെ നാട്ടിൽ പറഞ്ഞ ഒന്ന് കൂക്കുവോ? നമ്മളൊന്ന് ഒരു ആയിട്ടില്ല. ഞാൻ കൗണ്ട് തരും. 1 2 3 സ്റ്റാർട്ട് എന്ന് പറയുമ്പോ ചെയ്യണം. റെഡിയല്ലേ? 1 2 3 സ്റ്റാർട്ട്. കുറെ ആൾക്കാർ അവിടെ ചേച്ചി ആക്ഷൻ മാത്രമേ കാര്യമില്ല. ഒന്നുകൂടി. റെഡി? 1 2 3 സ്റ്റാർട്ട്. ഈ എനർജിയിലോ? റെഡിയല്ലേ? ഓക്കെ. ഒരിക്കൽ കൂടി ഈ വേദി അവസരം തന്ന പ്രിയപ്പെട്ടവർക്ക് ഏറെ സ്നേഹവും കടപ്പാടും അറിയിച്ചുകൊണ്ട് ഏറ്റവും നമ്മൾ പാടാറുള്ളത് തെക്കിന്റെ ഏറ്റവും പ്രിയപ്പെട്ട പാട്ടെഴുത്തുകാരനായിട്ടുള്ള മധു നാരായണൻ എഴുതി ചിട്ടപ്പെടുത്തിയ ഏറ്റവും ഭംഗിയുള്ള പാട്ടുകളിലൊന്നാണ്. ഇനിയുള്ള കാലം നമ്മൾ പാടാതിരുന്നാൽ നാടിന്റെ നട്ടെല്ല് പൊട്ടി നമ്മൾ ചാവുമെന്നൊരു പാട്ട്. എല്ലാവരും പാടാൻ ആഗ്രഹിക്കുന്ന കാലത്തിന് വേണ്ടി കാത്തിരിക്കുന്നവരാണ് നമ്മളെല്ലാവരും. നമ്മളെന്ത് എഴുതണമെന്നും നമ്മളെന്ത് പറയണമെന്നും നമ്മളെന്ത് സംസാരിക്കണമെന്നൊക്കെ മറ്റുള്ളവർ തീരുമാനിക്കുന്ന ഈ ഒരു കാലത്ത് പാട്ടിനെ സമരമാക്കി കണക്കാക്കുന്നവർ കൂടിയാണ് നമ്മളെല്ലാവരും. അപ്പോ പാട്ട് പഠിച്ചവരൊന്നുമല്ല, എല്ലാ സാധാരണക്കാരും ഏറ്റുപാടുന്ന വലിയ ഉയരങ്ങളിലെത്തുന്ന കാലത്തിന് വേണ്ടിയാണ് നമ്മൾ കാത്തിരിക്കുന്നത്. അപ്പോ ഇനിയുള്ള കാലം നമ്മളെല്ലാവരും ഏറ്റുപാടണം എന്നുള്ളൊരു പാട്ടെന്ന് തുടങ്ങാം. റെഡിയല്ലേ? റെഡിയാണല്ലോ? ഇനിയുള്ള